بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ബഹുമാനികളെ, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ പഠനമാണ് നമ്മൾ പ്രാഥമികമായി ഇവിടെ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് 20 മിനിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്. ഫാത്തിഹയിലെ അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് അതിലെ ഗൗരവം നമ്മൾ നേരത്തെ ഉണർത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. അത് സുന്നത്താണ്, നിർബന്ധമില്ല. ഖുർആൻ ഓതുമ്പോഴൊക്കെ അഊദു പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കൽ സുന്നത്തായിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും അതിൻ്റെ പാരായണം, നിയമം, അതിൻ്റെ രൂപമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അങ്ങനെ പഠിച്ചു പോകാം. ഒന്നാമതായി അറബി ഭാഷയിൽ താരതമ്യേന ഉച്ചരിക്കൽ പ്രയാസമുള്ള ചില അക്ഷരങ്ങളുണ്ട്. ചില അക്ഷരങ്ങൾ മലയാളത്തിലില്ലാത്ത അക്ഷരങ്ങൾ അറബിയിലുണ്ട്. എന്നാൽ മലയാളത്തിലുള്ള അക്ഷരങ്ങളെ തന്നെ ആ രൂപത്തിലല്ലാതെ ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. മലയാളത്തിലുണ്ട്. ഇപ്പോൾ ആ എന്നുള്ളത് മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളൊരു അക്ഷരമാണ്. പക്ഷെ അത് മലയാളത്തിൽ പറയുന്നത് പോലെയല്ല അറബിയിൽ പറയേണ്ടത്. നമ്മളിപ്പോൾ ആ വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ അമ്മ, ഉമ്മ ഇങ്ങനെ അലിഫ് കൊണ്ട് ഉച്ചരിക്കാറുണ്ട്. എന്നാൽ അറബിയിലേക്ക് അത് വരുമ്പോൾ ആ എന്ന ശബ്ദത്തിലേക്ക് വരും. ആ ആ അതായത് അതിൻ്റെ മഖറജ് പറയണത് എന്താ? അതായത് അതിൻ്റെ ഉറവിടം തൊണ്ടയുടെ താഴെ അറ്റമാണ്. തൊണ്ടയുടെ താഴെ അറ്റത്തു നിന്ന് തന്നെ വരണം ആ എന്നത്. അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ വരണം. മലയാളത്തിൽ നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കൊന്നുമില്ല. ആ എന്നൊക്കെ പറയുള്ളൂ. അതായത് വായുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ പറയാറ്. അറബിയിലാവുമ്പോൾ ശരിക്കും കറക്റ്റ് സ്ഥലത്തു നിന്ന് മുറിച്ചെടുത്തിട്ട് വേണം അത് പറഞ്ഞൊക്കെ അത് ഒന്നും കൂടി അങ്ങനെ ചെരിഞ്ഞ പോലെയൊക്കെ തോന്നും അറബികൾ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചെരിച്ചിലുണ്ടാവും. പിന്നെ അയിനാണ്. അയിനിൻ്റെ ഉച്ചാരണം പിന്നെ മലയാളത്തിൽ അങ്ങനെ അക്ഷരം ഇല്ലെങ്കിൽ പോലും കുറേ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അയിന് ഉച്ചരിക്കൽ വല്ലാതെ തെറ്റാറില്ല. കാരണം അത് ഉച്ചരിക്കാൻ പ്രയാസമുള്ളതാണെന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് അങ്ങനെ പറയലുണ്ട്. ആഴോ 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 പറഞ്ഞോക്കെ ആഴോ ആഴോ. പിന്നുള്ളത് അക്ഷരം ഉച്ചരിക്കാനുള്ളത് ദാലാണ്. ദാല് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ തല ഈ ഭാഗം മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റം അവിടെ തട്ടണം എന്നാ. അതും പ്രശ്നം ഉണ്ടാവില്ല. അഴൂതു അഴൂതു പറഞ്ഞൊക്കെ ചില ആളുകൾ അത് പറയുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്, നാവ് പുറത്തേക്ക് വരാറുണ്ട്. അഴൂതു ഇങ്ങനെ ആവാറുണ്ട്. അങ്ങനെ ആവരുത്. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റത്ത്, അതിൻ്റെ മുമ്പല്ല് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം, അതിൻ്റെ താഴെ അറ്റം അവിടെ തട്ടിച്ചുകൊണ്ടാണ് ദാല് പറയേണ്ടത്. അഴൂതു. ഇനി ബില്ലാഹി എന്നാണ് നമ്മൾ പറയുന്നത്. ബില്ലാഹി പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹിൻ്റെ പേരാണ്. അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് അള്ളാഹ് എന്ന് തന്നെയാണ്. അള്ളാഹ്ക്ക് നമുക്കറിയുന്ന നാമങ്ങൾ 99 ഉണ്ട്. പിന്നെ പ്രവാചകന്മാർക്ക് അറിയുന്ന രഹസ്യങ്ങൾ വേറെ ഉണ്ട്. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന പേരുകളുണ്ട് ഇഷ്ടം പോലെ. അതിൻ്റെ പിന്നെ എണ്ണ എത്രയെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. അപ്പം ഇതിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പേര് അള്ളാഹ് എന്ന പേരാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ബില്ലാഹി എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബില്ലാഹി ബില്ലാഹി എന്ന ബില്ലാഹി പറഞ്ഞു നോക്കിയേ. ബില്ലാഹി
ഇവിടെ ചെറിയൊരു വിശദീകരണമുണ്ട്. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞേ, അല്ലാഹ് അല്ലാഹ്. ഇത് പറയുമ്പോൾ അലിഫ് കഴിഞ്ഞാൽ പിന്നെ നാവ് എവിടെ വെക്കണതൊന്ന് ശ്രദ്ധിച്ചോ. ചിലർ പറയുമ്പോൾ അള്ളാഹ് അങ്ങനെ പറയും, നാവ് പുറത്തേക്ക് വരും, അള്ളാഹ്. ചിലർ പറയുമ്പോൾ എന്ത് ചെയ്യും, നാവ് എവിടെ തട്ടിച്ചിട്ട് അള്ളാഹ് എന്ന് പറയും. ചിലർ പല്ലുമ്മ തട്ടിച്ച്, നാവ് പല്ലിൽ തട്ടിച്ചിട്ടാണ് പറയുക. എന്നാൽ എങ്ങനെ പറയേണ്ടത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അല്ല എന്ന് പറഞ്ഞു നോക്കിയേ, അല്ല അല്ല എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണ് വെക്കണമെന്ന് നോക്കുക. അതേ സ്ഥലത്ത് വെച്ചിട്ടൊന്ന് അല്ലാഹ് എന്ന് പറഞ്ഞു നോക്കിയേ, അതാണ് എൻ്റെ ഉച്ചാരണം. മനസ്സിലായില്ല? അല്ല എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണോ വെക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് അല്ലാഹ് എന്ന് പറയേണ്ടത്. ഇനി ഇതേ ശബ്ദത്തിൽ വരുന്ന അക്ഷരങ്ങൾ വേറെ ഉണ്ട്. ബാദ് വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് ബാദ്, മഗ്ദൂബി. അതുപോലെ വാ വരുന്നത് വേറെ സ്ഥലത്തു നിന്നാണ്. ഇങ്ങനെ ഒരു ശബ്ദമാണ്, പക്ഷെ 3 സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഈ 3 സ്ഥലം അങ്ങോട്ടും മാറാനും പറ്റൂല. ഈ 3 സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഫാത്തിഹയിൽ പെട്ടതാണെങ്കിൽ, നിസ്കാരത്തിൽ ഫാത്തിഹയിൽ ആണെങ്കിൽ ആ നിസ്കാരം തന്നെ തള്ളപ്പെടും. മനസ്സിലായില്ല? അപ്പൊ മഗ്ദൂബി എന്ന വാദിനെ ഉച്ചരിക്കുന്നതിന് പകരം അല്ലാഹ് എന്നുള്ളിടത്ത് വെച്ചാൽ ഈ ശബ്ദം വരും, മഗ്ദൂബി എന്ന് പറയും. നാവിൻ്റെ തല മേലെ മുമ്പലിൻ്റെ താഴെ അറ്റത്ത് നമ്മൾ ഉച്ചരിച്ച പോലെ മഗ്ദൂബി എന്ന് പറയാൻ പറ്റും, കഴിയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അങ്ങനെ പറയാൻ പാടില്ല. മഗ്ദൂബി എന്ന് പറയുമ്പോൾ അതിന് വേറെ ഉച്ചാരണമാണ്, വേറെ സ്ഥലമാണ്. നാവിൻ്റെ സൈഡ് ഭാഗം മേലെ അണപ്പല്ലുകൾ ചേർത്തിട്ടാണ് പറയേണ്ടത്. കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ല എന്ന് പറയുമ്പോൾ നാവ് എവിടെയാണോ തട്ടുന്നത് അതേ സ്ഥലത്താണ് അല്ലാഹ് എന്ന് പറയുമ്പോൾ നാവ് തട്ടേണ്ടത്. മനസ്സിലായോ? അല്ല എന്ന് പറഞ്ഞു നോക്ക്. ഇനി അതന്നൊന്ന് നാവൊന്നും കൊണ്ട് വിശാലാക്കി വെച്ചിട്ട് അല്ലാഹ്, പല്ലുമ നാവ് തട്ടരുത്. അല്ല എന്ന് പറയുമ്പോൾ പല്ലുമ നാവ് തട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്നതുപോലെ അല്ലാഹ് എന്ന് പറയുമ്പോൾ മുൻപല്ലിൽ നാവ് തട്ടാൻ പാടില്ല, എന്നാലാണ് ഉച്ചാരണം ശരിയാവുള്ളൂ. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലാഹ് എന്നതിൽ അവസാനത്തെ അക്ഷരം ഏതാ? ഹ ആണ്. ഇനി നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം നടത്തി നോക്കുക. അല്ലാഹ് എന്ന വാക്കുള്ള ഇസ്മുള്ള ദിക്റുകൾ നമ്മൾ കുറേ ചെല്ലാറുണ്ട്. ഉദാഹരണം, നിസ്കാരം കഴിഞ്ഞിട്ട് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലി, 33 അൽഹംദുലില്ലാഹ് പറഞ്ഞു, 33 അല്ലാഹു അക്ബർ പറഞ്ഞു, അല്ലേ? 33 ഒറ്റവട്ടം പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ വലിയൊരു ഈന്തപ്പഴത്തിൻ്റെ തോട്ടം, ഒരു വിത്തിടുന്നതാണ്. നമുക്ക് ഈന്തപ്പനയുടെ ഒരു വിത്തേ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥാപിക്കും. എത്ര പറഞ്ഞോ അതിനനുസരിച്ച് ഈന്തപ്പനയുടെ തോട്ടം നമുക്ക് അവിടെ കിട്ടും. സുബ്ഹാനല്ലാഹ് പറയണേ. ഈ സുബ്ഹാനല്ലാഹ് എന്നതിലെ അല്ലെങ്കിൽ അല്ലാഹ് എന്ന പേരിലെ അവസാനത്തെ അക്ഷരമായ ഹാ, ഈ ഹാ നമുക്ക് വരാറുണ്ടോ എന്ന് ആലോചിച്ച് 33 വട്ടം ചെല്ലുമ്പോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. നമ്മളിങ്ങനെ എണ്ണെടുത്ത് വിടാണല്ലോ, സുബ്ഹാനല്ലാഹ് 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 ഒറ്റണം കിട്ടൂല. ഈ സമയം കിട്ടണമെങ്കിൽ മൂന്നെട്ടെങ്കിലും ചൊല്ലിക്കൂടെ നല്ലപോലെ. അങ്ങ് ഉസ്താദേ ഞങ്ങൾക്ക് സമയം കിട്ടണില്ല, 33 വേണ്ട, 3 വട്ടം ചൊല്ലിയാൽ എന്നാൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ 10 വട്ടം ചൊല്ലിക്കോളി, എന്നാൽ അത് കിട്ടും. ഒന്നും കിട്ടാതിരിക്കണേക്കാളും നല്ലതല്ലേ ഒരെണ്ണെങ്കിലും കിട്ടുക. വിക്രയല്ലോ, ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് എവിടെയുള്ളൂ? ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്. അല്ലേ? 10 വട്ടം നിക്കറില്ലേ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട്? എന്താണ്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും അതിൻ്റെ ഉച്ചരിക്കേണ്ട പോലെ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല കറങ്ങി വീഴും. അമ്മാതിരി അത്രയും പിന്നെ ശ്രേഷ്ഠമായതും അത്രയും അർത്ഥവത്തായതും അത്രയും ഉച്ചാരണ സ്ഫുടതയുള്ളതും
ഒരുപാട് പ്രാധാന്യമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊക്കെ അതിൻ്റെ മശായിഖന്മാർ എടുത്തു പോയി അതിൻ്റെ മുരീദുമാരൊക്കെ ചെല്ലുമ്പോഴുള്ള അവസ്ഥയൊക്കെ ഹാലൊക്കെ മാറും, വിയർക്കും. ഇല്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളുടെ അടയാളം എന്താ? അല്ലാഹ് എന്നാണ് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ പൊട്ടലുണ്ടാവും. നമുക്ക് എന്ത് പൊട്ടലാ? നമ്മൾ പറയണത് ആവണ്ടേ ആദ്യം. ഹൃദയം കിടുങ്ങണമെങ്കിൽ, നടുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പറയണത് സാധനം ആവണ്ടേ, അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തന്നെ ആവണ്ടേ, എന്നിട്ടല്ലേ പിന്നെ പരോക്ഷമായിട്ടുള്ള രഹസ്യങ്ങളിലൊക്കെ. അപ്പം അല്ലാഹ് എന്നുള്ള ദിക്ർ ഇന്ന് മുതൽ ചെല്ലുമ്പോൾ, അതന്നെ നമ്മുടെ ക്ലാസ് മുതലേ ഇന്ന് മുതൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി 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 അങ്ങനെ കൂട്ടി ചൊല്ലിക്കൂടെ. അപ്പം പിന്നെ അധികം സമയം വേണ്ടി വരില്ല. വഖഫ് ചെയ്യുമ്പോഴോ നിർത്തുമ്പോഴോ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ ആ ഹാവും കൂടെ വരണം. ഇതിലൊക്കെ ആന്തരികമായ കുറേ പരിപാടികൾ വേറെ നടക്കുന്നുണ്ട്. നമ്മളറിയാത്ത കുറേ പരിപാടികളും നടക്കുന്നുണ്ട്. കുറേ അതിനനുസരിച്ചാണ് ആ അക്ഷരങ്ങളുടെ ക്രമീകരണങ്ങൾ പോലും. അക്ഷരങ്ങളുടെ ക്രമീകരണം ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുമ്പോൾ ഒരാൾ അതിങ്ങനെ ചെല്ലുന്നുണ്ടെങ്കിൽ ആൾ ചെല്ലുകയാണെന്ന് ചിലപ്പോൾ അറിയില്ല, പതുക്കെ ചെല്ലുകയാണെങ്കിൽ. മറ്റേത് വിക്രയിലാണെങ്കിൽ ചൂണ്ടാനുണ്ട്. അത്ര രഹസ്യമായിട്ട് ചെല്ലാൻ പറ്റും. ചുണ്ടാനങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെല്ലാൻ പറ്റുന്ന മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കുറേ അൻഫാസിയായിട്ടുള്ള, അതായത് ശ്വാസ സംബന്ധമായിട്ടുള്ള കുറേ ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള കുറേ പരിപാടികൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ബ്രീത്തിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വളരെ ഏറ്റവും നല്ല ഘടനയിലാണ് അല്ലാഹു തആല ദിക്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അഊദു ബില്ലാഹിലേക്ക് നമുക്ക് വരാം. അഊദു ബില്ലാഹ്, അല്ലേ? അഊദു ബില്ലാഹി. അപ്പോൾ അല്ലാഹ് എന്ന ഉച്ചാരണം നമ്മൾ ശരിയാക്കണം. അല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചെല്ലുകയെ കണൊന്നും പോരാ. അതായത് ഇത് പഠിക്കുന്ന സമയത്ത് കുറച്ച് ശബ്ദത്തിൽ പഠിക്കണം. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ശബ്ദം കുറക്കാം. എന്നാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉച്ചാരണം വരുള്ളൂ. കാരണം നമ്മുടെ അറബികളല്ല, നമ്മൾ മലയാളികളാണ്. നമ്മൾ മറ്റൊരു ഭാഷയിൽ ആണ് ദിക്റുകളും ഖുർആൻ പാരായണമൊക്കെ നടക്കേണ്ടത്. ഇപ്പോൾ തമിഴന്മാർ വന്നിട്ട് മലയാളത്തിൽ പഠിക്കാൻ കുത്തിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? നമുക്കറിയാലോ. തമിഴന്മാർ വന്നിട്ട് മലയാളത്തിൻ്റെ ഉച്ചാരണം പഠിക്കാൻ വന്ന് കുത്തിരുന്നാൽ എന്നതുപോലെ നമ്മളവിടെ തമിഴന്മാരാണ്, അറബിയാണ് ഭാഷ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ 10-25 വർഷത്തിന് പിന്നാലെ നടന്നിട്ടാണ് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഓതാൻ പറ്റുന്നത്. 16 വർഷത്ത് പഠിക്കാൻ വേണ്ടി മാത്രം പോയിട്ടുണ്ട്. 16 വർഷം ഇതിൻ്റെ നിയമങ്ങളും ഉച്ചാരണങ്ങളും പഠിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഓതാൻ പറ്റണത്. അപ്പോൾ ഇതിൻ്റെ പണി നല്ല പണിയുണ്ട്. അത് സൂര്യസ്കാരം കഴിഞ്ഞിട്ട് ആഴ്ചയിൽ വയ്ക്കാൻ കുത്തിരുന്നുകൊണ്ടൊന്നും ആവുന്നില്ല. എന്നാലും ഫാത്തിയെങ്കിലും നമുക്കൊരു 1.5 മാസം 2 മാസം കൊണ്ടൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പോൾ അഊദു ബില്ലാഹി. ഇനി മിനശ് ശൈത്വാനിയാണ് പിന്നെ പറയാൻ പോണത്. മിനശ, അല്ലേ? 45 നിർത്തണം, 38. മിനശ, മിനശ. ഇത് മലയാളത്തിൽ പശ എന്ന് എഴുതില്ലേ? പശ, പശു, ആ ഷായാണ്. പലരും അതിനെ മിനഷ, മഷിയുടെ ഷ ആക്കാറുണ്ട്. അല്ല, മിനശ, മിനശ. കുറച്ച് കാറ്റിങ്ങനെ പോകും. തഫശി എന്നൊരു സിഫത്തുണ്ടെന്ന്, കാറ്റ് പരക്കണം. മിനശ, മിനശ. പിന്നെ സിനിമ വല്ലാണ്ട് പണിയെടുക്കണമെന്നില്ല. യാ കഴിഞ്ഞിട്ട് പിന്നൊരക്ഷരം ഉണ്ട്, ആ വയറുള്ളൊരക്ഷരമില്ല. അതാ വയറുള്ള പോലെ തന്നെ ഉച്ചാരണത്തിൽ വരണതാണ് അങ്ങനെ കൊടുത്തേക്കണത്. മിനശ്ശൈത്വാനി, ത്വാനി. ത്വാനി അധികവും നമ്മുടെ ആൾക്കാർ പറയുമ്പോൾ ത്വാനി എന്നാ പറയാ. ത്വാനി അല്ലത്. മലയാളത്തിൽ ത് പ്ലസ് സ്വ, ത്വ, സമത്വം, അല്ലേ? മഹത്വം എന്ന് പറയുന്ന ത്വ അല്ല ഇത്.
ത്വാ എന്ന് പറയുന്നത് രണ്ടക്ഷരാണ്. ത് പ്ലസ് വായാണ് മഹത്വം, സമത്വം എന്ന് പറയുന്നത്. അത് വേറെ അറബിലത് എഴുതുമ്പോൾ ത് അല്ലേ, രണ്ട് പുള്ളിയിട്ടത്ത് എന്നിട്ട് പിന്നെ ഒരു വാ, ത്വാ, അങ്ങനെ ഇത് എഴുതുന്നത്. ഇതങ്ങനെയല്ല, ഇത് വേറൊരു അക്ഷരാണ്, ഒറ്റ അക്ഷരാണ്. അത് ഉച്ചരിക്കുമ്പോൾ ചുണ്ടിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. താവും ത്വാവും ഉച്ചരിക്കുമ്പോൾ ചുണ്ട് ഒരേ പൊസിഷൻ ആയിരിക്കും, പക്ഷേ ശബ്ദം വ്യത്യാസം ഉണ്ടാവും. താ പോ താ പോ 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 താ പോ, രണ്ടും ഒരേ മഖറജാണ്. അതായത് നാവ് വെക്കേണ്ട സ്ഥലം ഒന്നാണ്, ചുണ്ടിൻ്റെ പൊസിഷൻ ഒന്നാണ്, പക്ഷേ ശബ്ദം വ്യത്യാസമുണ്ട്. എന്താ ശബ്ദത്തിലുള്ള വ്യത്യാസം? അത് സിഫത്തിലുള്ള വ്യത്യാസമാണ്. അപ്പം ഇത് പറയുമ്പോൾ ടാ ആവരുത്, ത്വാ ആവരുത്, പോ പോ പറഞ്ഞെങ്കിൽ പോ. നാവ് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പിന്നെ വായു രൂപപ്പെടും. ആ ഒരു മുഴക്കാണ് അതിൽ യഥാർത്ഥത്തിൽ കേൾക്കുന്നത്, അല്ലാണ്ട് ചുണ്ടുകൊണ്ട് വരുന്ന ത്വാ അല്ല. ഗൾഫിലെ ഇമാമുകളെ ഇന്റർവ്യൂ ചെയ്യുന്നൊരു ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ ആൾക്കാർ വന്നിട്ട് ഓതുമ്പോൾ ഈ മിനശ്ശൈത്വാനി കാണുമ്പോൾ തന്നെ അറബികൾ പറയും പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പോൾ മിനശ്ശൈത്വാ പോ പോ പറഞ്ഞേ, പിന്നെ റജീമാണ് പറയാൻ പോണത്. റജീമിലെ റാവ് പറയുമ്പോൾ 3 പ്രശ്നങ്ങൾ സാധാരണ വരാറുണ്ട്. റായിന് ശബ്ദം വരുമ്പോൾ 3 പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവലുണ്ട്. ഒന്ന്, ചില ആൾക്കാർ റാ പറയുമ്പോൾ നാവ് മുകളിൽ തട്ടൂല. എന്ന് പറയും. റാ പറയണ പോലെ ഇംഗ്ലീഷിൽ എന്ന് പറയണ പോലെ അങ്ങനെ നാവ് മുകളിൽ തട്ടാതെ ഉച്ചരിക്കുന്ന ആൾക്കാർ എന്ന് പറയും. നമ്മളിലൊക്കെ ഉണ്ടാവുക ആൾക്കാർ, അത് അമേരിക്കയിലും ദുബായിലും എന്നുള്ള ആൾക്കാരെ കഥയല്ലേ, നമ്മളൊക്കെ തന്നെ പറയുന്നത്. നാവ് മുകളിൽ തട്ടല്ലോ. രണ്ടാമത്തെ പ്രശ്നം, നാവ് ഇങ്ങനെ പിടക്കും. ഒരു 5-8 റാ ഒരുമിച്ച് വരും. പിന്നെ ഇനി ഖിറാഅത്ത് അറിയുന്ന ആൾക്കാർക്ക് വരുന്നൊരു തെറ്റാണ്, റായിന് ശ്രദ്ധ വരൂല, കേട്ടാൽ അറിയൂല. നമുക്കൊന്നും കേട്ടാൽ മനസ്സിലാവുന്നില്ല അവിടെ ശ്രദ്ധ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഓതാം, എന്നേ പറയണുള്ളൂ. അവിടെ റായിന്റെ ഉച്ചാരണം ശരിക്കും വന്നിട്ടേ ഇല്ല. എന്നാലും ഓത്ത് ഭയങ്കര രസം ഉണ്ടാവും കേൾക്കാൻ. നാവ് അമർത്തി വെച്ച് ശ്രദ്ധ വരണ്ടേ, ഈ ശ്രദ്ധ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഔദൂലായാലും കുഴപ്പമില്ല, പക്ഷെ ഇനിയിപ്പോൾ ഫാത്തിഹയിൽ ബിസ്മിയിൽ വരാനില്ലേ, അർ-റഹ്മാൻ റഹീമിൽ വരാനില്ലേ. അപ്പോൾ അവിടെയൊക്കെ ഈ റായിൻ്റെ ഉച്ചാരണം ഇങ്ങനെയായി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അവിടെ എന്ത് ചെയ്യണം? നാവ് മുകളിൽ തട്ടണം, നാവ് പിടക്കാൻ പാടില്ല, നാവ് അമർത്തി വെക്കണം. അപ്പം എന്താവും? മിനശ്ശൈത്വാനിർ റജീം, മിനശ്ശൈത്വാനിർ റജീം. പിന്നെ ചീമാവാണ്ട് നോക്കുക, ചീമാവരുത്. അപ്പം നമുക്ക് നോക്കി നോക്കുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. ഇതിൻ്റെ ഒരു താളാത്മകത ഉണ്ട്. അതായത് ഇതിനൊരു താളമുണ്ടല്ലോ. ഈ ഇൻസ്ട്രുമെൻസ് ഇല്ലാതെ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നൊരു സംഗീതമാണ് ഖുർആൻ. മറ്റുള്ള പാട്ടുകൾക്കൊക്കെ കൂടെ മറ്റേ ഇൻസ്ട്രുമെൻസ് വേണ്ടി വരും ആസ്വദിക്കണമെങ്കിൽ, നന്നായിട്ട് ആസ്വദിക്കണം. ഖുർആനിൻ്റെ ഇൻസ്ട്രുമെൻസ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻസ്ട്രുമെൻസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് ആസ്വദിക്കാൻ കഴിയുന്നു. അതിൽ പിയാനോയുടെ ശബ്ദമുണ്ട്, അതുപോലെ ഒരുപാട് സാധനങ്ങളുടെ ശബ്ദങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ ഇൻസ്ട്രുമെൻസിൻ്റെ ആവശ്യമില്ല. ഇല്ലേ, ഇടയ്ക്ക് അന്ന അല്ലേ, പിന്നെ അവിടെ മണിക്കൂറിനൊക്കെ പറയില്ലേ, ഇതൊക്കെ മറ്റു സാധനങ്ങളുടെ ഫ്ലൂട്ടിൻ്റെയൊക്കെ സൗണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് തുടർന്ന് അടുത്ത
അടുത്ത ക്ലാസ്സിൽ ഇനി ബിസ്മി പഠിക്കാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ